ഇതൊരു ജെല്ലോടെയാണ് ഈ പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇത് ജെല്ലോടെ ഇറക്കി വെക്കാൻ അവർ പറയുന്നത്. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്കസ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട അക്വേറിയം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഡിസ്കസ് ഉണ്ട്. ഫുള്ള് നമുക്ക് ക്ലിയർ ചെയ്ത് റെഡിയാക്കാനുണ്ട്. നമ്മളിനി ഈ ഒരു ഫിൽട്രേഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഡിസ്കസിന് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മൾ ഡിസ്കസിനെ പിടിച്ചിടുകയാണ് തൽക്കാലത്തേക്ക്. നമ്മളിതിനകത്ത് നേരത്തെ വെച്ചിരുന്ന കല്ലും എല്ലാം എടുത്ത് മാറ്റുകയാണ്. ഈ ഫിഷൊക്കെ നമ്മൾ വാങ്ങിച്ചോട്ടോ. ഇനി ഇതിനെയൊക്കെ നമ്മൾ ഈ കിടക്കുന്ന എല്ലാത്തിനും നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. ഇതിനൊന്നും ഇതിനകത്ത് ഇനി ഇടുന്നില്ല. ഇപ്പോൾ ക്ലൗൺ ലോച്ച് ഉണ്ട്. ഇത് ക്ലൗൺ ലോച്ച് കേട്ടോ, വാഴക്കവരനല്ല. ഇത് ഈ സ്നെയിലിനൊക്കെ തിന്നാൻ വേണ്ടി അങ്ങനെ ഓരോന്നിൻ്റെ പർപ്പസ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിനെ ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. ഇനി ഇതിനെയൊക്കെ മാറ്റുകയാണ്. ഇനിയിപ്പം ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ശ്രിമ്പിനെയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോണേ. ഒരു ഡിസ്കസ് ടാങ്ക് മാത്രമാക്കി മാറ്റാൻ പോകും. സാധാരണ ഞാൻ ഇടുമ്പം എല്ലാം കുറേ ചവറ് പോലെ കുറേ മീനുകളെ പിടിച്ചിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും കുറേ അനുഭവങ്ങളൂടെ പഠിച്ചിട്ട് ഞാൻ ഇതിന് മാറ്റുന്നുണ്ട്. ഇനിയിപ്പം ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ഡിസ്കസ് കേട്ടോ. അത് നിങ്ങളെ കാണിച്ചില്ല ഞാൻ. ഇതിൻ്റെ ഇത് ഫീമെയിലായിരുന്നു. നിങ്ങൾ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഇതിൻ്റെ മെയിലാണ് ചത്തുപോയത്. അപ്പം അത് ബ്രീഡിംഗ് പെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് വാങ്ങിച്ചാണ് നമ്മൾ ഈ ഒരെണ്ണവും പിന്നെ ഇത് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് ബ്ലൂ ഡയമണ്ട് ആണ്. ഇത് ഈ ചെറുത് ആ കുഞ്ഞ് കാണുന്നില്ലേ, അതിന് തൊട്ട് താഴത്തെ ആ വരവരെയുള്ളത് ഫുൾ റെഡാണ് കേട്ടോ. കണ്ടും റെഡ് വരുന്നതാണ്. അങ്ങനെ 3 നമ്മൾ വാങ്ങിച്ചത്. ഇവരെ പിടിച്ച് മാറ്റാം. ഇതാണ് ക്ലൗൺ ലോച്ച് കേട്ടോ. ഇവന്മാരെയൊക്കെ നമ്മളിനി എവിടെ ഇടുമെന്നാണ് എനിക്കറിയാൻ മേലത്തെ. ഫെയറേഷൻ ഇല്ലെങ്കിൽ ഇവന്മാർക്ക് വിഷയമാവുമെന്നറിയില്ല. തൽക്കാലത്തേക്ക് നമ്മൾ ഇവന്മാരെയൊക്കെ മാറ്റുകയാണ്. നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ടാങ്ക് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ ബാക്കിലത്തെ ഈ ഫോട്ടോ അങ്ങ് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്നെങ്കിൽ വൈറ്റ് അടിക്കണം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇടണം, അങ്ങനെ ഉദ്ദേശിച്ചത്. കാരണം ബ്ലാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്കസിങ് സ്ട്രെസ്സാകും. ഞാനതുകൊണ്ട് ആ ഫോട്ടോ അങ്ങ് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിത് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചെളിയുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല ചെളിയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം മൊത്തം ക്ലീനാക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് ഇത് ഈ ഒരു സാധനം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. ഇതുവഴിയാണ് നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ ഏറ്റത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വന്നോളും. ഫുള്ള് നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ടാങ്ക് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി തുടച്ചുകൂടെ എടുക്കാനുണ്ട്. നമ്മളങ്ങനെ ഫുള്ള് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തിട്ട് കുറച്ച് ബ്ലാക്ക് സോയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് കാര്യങ്ങൾ വെച്ചിട്ട് വെള്ളം നിറയ്ക്കണം. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ മണൽ നിറയ്ക്കണം കേട്ടോ, സാൻഡ്. ഇത് ആദ്യം പണ്ടുണ്ടായിരുന്ന ഇച്ചിരി മിക്സ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മളിതിൻ്റെ മുകളിലോട്ട് തൂളി കൊടുക്കുന്നുള്ളൂ. 2 കിലോയേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് ആ ഒരു കളർ വരാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. 2 കിലോ കൊണ്ട് തികയും തോന്നില്ല, എന്നാലും നമുക്കുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫുള്ള് സാൻഡ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇത് മതി. ഇനിയിപ്പം കാരണം ഓൾറെഡി കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ഒരു ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേണം നമുക്കിനി ഡ്രിഫ്റ്റ് ഔട്ടും സ്റ്റോണൊക്കെ ഒന്ന് നമ്മുടെ ഐഡിയയിൽ വെച്ച് വെക്കാൻ. ഇതാണ് നമ്മൾ അക്വറിയത്തിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന തടി. അപ്പം ഇത് കുറച്ചൊക്കെ നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ആക്കാനുണ്ട്. പിന്നെ ഇത് കുറച്ച് അനൂബിയാസാണിത്. ഒരു 3 വെറൈറ്റി ഉണ്ട്. ഇത് 2 സെയിം, ഇത് വേറൊരു വെറൈറ്റി, ഇത് വേറെ വെറൈറ്റി, അങ്ങനെ ഒരു 4 വെറൈറ്റി അനൂബിയാസ്. പിന്നെ ഈ ഫാൻ, ഇത് വേറൊരു ടൈപ്പ് ജവാമോസ് അല്ല, ഇത് വേറൊരു ടൈപ്പ് ഫാനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കണം. അപ്പം അതിന് മുമ്പ് ഈ അടിയിലോട്ട് ഈ നീണ്ടൊക്കെ നമുക്ക് ഒന്ന് കണ്ടിച്ച് കളയണം. കുറച്ചൊന്ന് ഷേപ്പ് വരുത്താനുണ്ട്. നമുക്കിവിടെ നിന്ന് ആക്സൽ ബ്ലേഡ് വെച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് താഴെ ഉറയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ഇച്ചിരി കണ്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ നിൽക്കുന്നൊരു തടിയുടെ ഒരു സെറ്റപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് എവിടെയെങ്കിലും ഇതോടെ കെട്ടിക്കൊടുത്താൽ നമുക്ക് ഏകദേശം സംഭവങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഈ മോസ് ഞാൻ വെച്ച് കെട്ടിക്കൊടുക്കും. അപ്പം ഇതെല്ലാം റെഡി ആക്കിയിട്ടാണ് ഇനി നമ്മൾ അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. മോസ് മെഷീനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വുഡിലേക്ക് പിടിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ മോസും അനൂബിയാസ് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അനൂബിയാസ് വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 3 ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനിയൊരു 3 അനൂബിയാസ് ഉണ്ട്. അത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കല്ലിലും എല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഡ്രിഫ്റ്റ് വുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അക്വേറിയത്തിലേക്ക് പോകാം.
നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രിഫ്റ്റ് ഔട്ട് നമ്മൾ ഇതിനകത്ത് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി കേട്ടോ. നമ്മളിത് സെൻറ്ററിലായിട്ട് വെക്കണോ ഒരു ഇവിടെയായിട്ട് വെക്കാം അല്ലേ, അതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി. ഒരു ഇവിടെയായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി ബാക്കിലോട്ട് ഇറക്കി വെക്കാം, കാരണം ഫ്രണ്ടിൽ ഇച്ചിരി സ്റ്റോൺ കൂടെ വെച്ചിട്ട് ബാക്കിൽ നമുക്ക് പ്ലാന്റ് പ്ലേസ് ചെയ്യാനുള്ളതാണ്. സ്റ്റോണിൽ ഞാൻ അനുബിയാസ് കെട്ടി വെച്ചിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യണം കേട്ടോ, ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടി. ഇതുകൊണ്ട് ക്രിപ്റ്റോക്രൈൻ വെൻഡിറ്റി ഗ്രീൻ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് കേട്ടോ. ഇതും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. ഇതൊരു നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ വലുതായിട്ടുള്ള കാണാൻ വേണ്ടി. അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചാണ്. അപ്പം ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം. ഇതൊരു ജെല്ലോടെയാണ് ഈ പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇത് ജെല്ലോടെ ഇറക്കി വെക്കാൻ അവർ പറയുന്നത്. നമുക്ക് വെക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ആദ്യം ഇതൊന്ന് വെച്ചേക്കാം. ഈ ഒരു 3 സ്ഥലത്തായിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാന്റും ഡ്രിഫ്റ്റ് ഔട്ടും സ്റ്റോണും എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, എങ്ങനെയുണ്ടെന്ന്, നന്നായിട്ടുണ്ടോയെന്ന്. എനിക്ക് അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് ശീലമൊന്നുമില്ല, പിന്നെ കുറേ നാളത്തെ ചെയ്ത് ആഗ്രഹങ്ങളും അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ്. ഒരു കറക്റ്റ് ഡ്രിഫ്റ്റ് ഔട്ട് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ വെച്ച് ചെയ്താൽ കേട്ടോ. അനുബിയാസ് മാത്രമേ ഉള്ളൂ, പിന്നെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഒരു മോസും. നമ്മൾ നേരത്തെ ടാങ്കിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 20% വെള്ളം അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മീന് സ്ട്രെസ്സ് വരാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വെള്ളത്തിലൂടെയാണ് ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 20% എപ്പോഴും നമ്മൾ ഇതിനകത്തുള്ള വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ടോപ്പ് ചെയ്തല്ല, പിന്നെ പെട്ടെന്ന് വെള്ളം മാറുമ്പോഴത്തേക്കും pH ലെവലൊക്കെ മാറിയിട്ട് ഫിഷിന് ഡിസ്കസ് കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്രയും പേടി അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. പണ്ട് വാങ്ങിച്ച ഒരു 6 ഡിസ്കസ് വാങ്ങിച്ചിട്ട് എനിക്ക് 2 എണ്ണമാണ് പിടിച്ച് കിട്ടിയത്, ബാക്കിയെല്ലാം ചത്തുപോയിരുന്നു. അത് ഞാൻ കോയിൻ സൈസ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് എല്ലാം ചത്തുപോയിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്രീഡിംഗ് പെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമുക്ക് അത് ആ ഒരു മെയിലും ചത്തുപോയി. കാരണം നമുക്ക് 7 ദിവസം കൂടെ ബ്രീഡായിക്കൊണ്ടിരുന്നതാണ്, എഗ്ഗൊക്കെ ഇടുമായിരുന്നു. പക്ഷേ നമുക്കത് മാറ്റാൻ വേണ്ടിയുള്ളൊരു സൗകര്യം ഇല്ലായിട്ട് നമുക്കത് ചത്തുപോയി മെയില്. അത് ഇനിയിപ്പോൾ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കൂട്ടായിട്ട് നമ്മളൊരു 3 ഡിസ്കസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ബാക്കി പൈപ്പ് ഇട്ടിട്ട് ബാക്കി വെള്ളം നിറയ്ക്കുവാണ്. ഇനിയിപ്പം ബാക്കി വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മീനെ ആഡ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫിഷ്, ആദ്യമേ നമ്മൾ ബ്രീഡായെന്ന് പറഞ്ഞില്ലേ, ആ ഫിഷാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്, ഒരു 3-4 വർഷമായിട്ടുണ്ട്. ഇതാണ് എഗ്ഗ് ഇട്ടുകൊണ്ടിരുന്നതൊക്കെ. ഇതിൻ്റെ മെയിലാണ് ചത്തുപോയത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇറക്കി വിട്ട് നമ്മുടെ പ്ലെക്കോയും കുറച്ച് ഷ്രിംസിനെ കൂടെ വാങ്ങിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഷ്രിംസ് ഡിസ്കസിൻ്റെ കൂടെ കിടക്കുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, അത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഡിസ്കസ് ഈ ഷ്രിമ്പിനെ എല്ലാം അകത്താക്കിയായിരുന്നു. ഞാനിത് നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ്, ഇട്ട സമയത്തെ വീഡിയോ ആണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഷ്രിമ്പൊന്നും ജീവനോടെ ഇല്ല. ഡിസ്കസിലൂടെ ഒരിക്കലും ഷ്രിമ്പിനെ ഇടലില്ലെന്ന് എനിക്കിത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടാങ്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ.